ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ഓർമ്മയെ പുതുക്കുന്ന 25 നോമ്പിന്റെ 7-ാം ദിനമായ ഇന്ന് സഭാ സ്നാപക യോഹന്നാന്റെ ജനനത്തെ സ്മരിക്കുന്ന ദിവസമായി കൊണ്ടാടുകയാണ്. Church remembers today as the birth of John the Baptist before the incarnation of Jesus Christ. നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. Gospel according to St. Luke chapter 1 verses 57 to 66. 2 വാക്യങ്ങൾ വായിച്ചുകൊള്ളട്ടെ. വാക്യം 58. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. Her neighbors and relatives heard that the Lord had shown her great mercy and they shared her joy. 66-ാം വാക്യം. കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. Everyone who heard this wondered about it, asking, "What then is this child going to be?" For the Lord's hand was with him. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് അറിയിപ്പിന്റെ വാർത്തകളോടുകൂടിയാണ്. 1-ാം അധ്യായം തന്നെ സെക്രിയാവിനോടുകൂടെയുള്ള അറിയിപ്പായിട്ടാണ് ആരംഭിക്കുന്നത്. പൗരോഹിത്യ പാരമ്പര്യത്തിൽപ്പെട്ട സെക്രിയാവും ഭാര്യ എലിസബത്തും വളരെ ദൈവഭക്തിയോടുകൂടെ ആയിരുന്നു ജീവിച്ചത് എന്ന് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നിന്റെ കാലഘട്ടത്തിൽ അഭക്തിയുടെയും അവിശ്വാസത്തിന്റെയും മധ്യേ വളരെ ഭയഭക്തിയോടുകൂടെയും ദൈവവചന അനുസരണത്തോടുകൂടെയും ജീവിച്ചു പോന്ന ഈ ദമ്പതികൾക്ക് സന്താനഭാഗ്യമില്ലായിരുന്നു എന്നുള്ളത് ദുഃഖം നൽകുന്ന കാര്യമാണ്. ഇത് അവരുടെ നിരന്തര പ്രാർത്ഥനാ വിഷയവുമായിരുന്നു. സെക്രിയാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഗോഡ് ഹു റിമെമ്പേഴ്സ്. ഈ വാക്കിന്റെ അർത്ഥം പോലെ ദൈവം അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്രകാരം എലിസബത്ത്, ദൈവം എൻ്റെ വാഗ്ദത്തം, ഗോഡ് ഈസ് മൈ ഓത്ത് എന്ന പോലെ അവരുടെ ജീവിത അനുഭവങ്ങളിൽ വാഗ്ദത്തമായി ഒരു മകനെ നൽകിയെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവ നിയോഗത്തെ അവിശ്വസിക്കുന്ന സെക്രിയാവിനെയും 1-ാം അധ്യായത്തിൽ കാണുന്നു. തന്മൂലം സെക്രിയാവ് സംസാരശേഷി നഷ്ടപ്പെട്ടവനായി മാറുന്നു. ഈ വേദഭാഗം ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തോട് ബന്ധപ്പെട്ടതാണ്. ദൈവ നിയോഗത്തോടുള്ള ക്രിയാത്മകമായ പ്രതികരണമാണ് നാം ഇവിടെ കാണുന്നത്. എ പോസിറ്റീവ് റെസ്പോൺസ് ടുവേർഡ്സ് ഗോഡ്സ് മിഷൻ. ഇന്നിന്റെ സാഹചര്യത്തിൽ ദൈവ നിയോഗത്തോടുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമാകുന്നുവെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു മകനെ നൽകുന്നു. ഇവിടെ ഈ മകന് പേരിടുന്ന ഒരു അനുഭവമായിട്ടാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുന്നത്. ഇവർക്കുണ്ടായ മകന് സെഖര്യാവ് എന്ന് പേരിടുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അമ്മയായ എലിസബത്ത് പറയുകയാണ്, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഗ്രേസ്ഡ് ബൈ ഗോഡ് എന്നുള്ളതാണ് യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം. ദൈവ കരുണ ലഭിച്ചവൻ. നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവിന്റെ കൃപ ലഭിച്ചു എന്ന് കരുതി അയൽക്കാരും ചാർച്ചക്കാരും അവരോടുകൂടെ സന്തോഷിക്കുകയാണ്. ഒരു ജീവിത സാഹചര്യത്തിൽ അനുഗ്രഹമുണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ അവരുടെ ജീവിത ഇടങ്ങളിൽ ഇടപെടുന്ന അയൽക്കാരെയും ചാർച്ചക്കാരെയാണ് നാം കാണുന്നത്. ഇന്ന് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇവിടെ സംസാരശേഷി നഷ്ടപ്പെട്ട സെക്രിയാവ് ദൈവിക അരുളപ്പാടിനെ വ്യക്തമായി മനസ്സിലാക്കി അത് എലിസബത്തിലൂടെ ഇടപെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ എന്ന പേരിടണമെന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, അപ്രകാരം ഒരു പേരിടുവാൻ നിങ്ങളുടെ ചർച്ചയിൽ ഈ പേരുള്ള ആരും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ദൈവിക അരുളപ്പാടിനെ മനസ്സിലാക്കിയ സെഖര്യാവ് അത് തനിക്ക് സംസാരശേഷി ഇല്ലാഞ്ഞിട്ടും എലിസബത്തിനോട് അത് പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എഴുത്തുപലക ചോദിച്ചു, അവന്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശബ്ദം നഷ്ടപ്പെട്ട അനുഭവങ്ങളിൽ
സെക്കരിയാവിന്റെ ശബ്ദമായി മാറുന്ന എലിസബത്തിനെ നാം ഇവിടെ കാണുന്നു. എലിസബത്ത് ബിക്കംസ് ദി വോയിസ് ഓഫ് സെക്കരിയ ഹു ലോസ്റ്റ് ഹിസ് വോയിസ് എന്ന് കാണുവാൻ സാധിക്കും. ഇപ്രകാരം ഒരുമിച്ച് ജീവിത സാഹചര്യങ്ങളിൽ ദൈവ നിയോഗത്തോടുകൂടെ ക്രിയാത്മകമായി ഇടപെടുന്ന, പ്രതികരിക്കുന്ന രണ്ട് ദമ്പതികളെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ നോമ്പിന്റെ കാലയളവിൽ ദൈവ നിയോഗത്തെ തിരിച്ചറിയുവാനും ക്രിയാത്മകമായി പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. തങ്ങൾക്ക് ലഭിച്ച മകൻ യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി മാറുന്നു എന്ന് പിന്നീടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിതനാകുന്ന ശുശ്രൂഷക്കാരനായി യോഹന്നാൻ മാറുന്നു. അത് മാതാപിതാക്കളുടെ ഇടപെടലും പ്രാർത്ഥനാ ജീവിതവും മുഖാന്തരമാകുന്നു എന്ന് നാം കാണുന്നു. 66 വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു, ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഒരു തലമുറയുടെ അനുഗ്രഹം, തലമുറയുടെ ഭാവി എന്താകും എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. യോഹന്നാൻ എന്താകും എന്നുള്ള ഒരു ചിന്ത. ഇന്ന് നമ്മളുടെ തലമുറകൾ, നമ്മളുടെ ഭാവി എന്താകും എന്നുള്ള ഒരു ചിന്തയും ഒരു ആകുലതയും നമുക്കും ഉണ്ടാകാം. നമ്മളുടെ തലമുറകളെക്കുറിച്ച്, നമ്മളുടെ മക്കളെക്കുറിച്ചുള്ള ഒരു കരുതൽ എപ്രകാരമാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ വേദഭാഗം ചില ചിന്തകൾ നമ്മളുടെ ഇടയിലേക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് എന്നുള്ളതാണ് ഒന്ന്. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. പല അസാധ്യതകളെയും സാധ്യമാക്കുന്ന ദൈവമുണ്ട് എന്നുള്ള ഒരു ചിന്ത ഈ വേദഭാഗം, പ്രത്യേകിച്ച് സെക്കരിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾ നമ്മെ വരച്ചു കാട്ടുന്നുണ്ട്. ദൈവിക വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള വിശ്വാസം നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വി ഷുഡ് ബിലീവ് ഇൻ ഗോഡ്സ് പ്രോമിസ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം നൽകുന്നു എന്നുള്ള ഒരു അനുഭവം സെക്കരിയാവും എലിസബത്തും നമ്മെ വരച്ചു കാട്ടുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ. ഈ നോമ്പിന്റെ കാലയളവ് യഥാർത്ഥമായി ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വാസമുള്ളവരായി തീരേണ്ടത് ആവശ്യമാണ്. ദൈവ നിയോഗത്തെ ക്രിയാത്മകമായി ഇടപെടുവാൻ, പ്രതികരിക്കുവാൻ സാധിക്കേണ്ടത് ആവശ്യമാണ്. ശബ്ദം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ശബ്ദമായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഒരു ബോധ്യവും ഉൾക്കരുത്തും നമുക്കുണ്ടാകണം. അപ്രകാരം ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നോമ്പിന്റെ കാലയളവ് അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.